the major themes of the play Chimerica by Lucy Kirkwood, and also some of the important characters. There are many characters, but we will just look at some of the important characters, and we will not go into a very detailed character study, but rather what does each of these characters represent and what is the importance or significance of each of these characters in the play. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ തീംസ് വെച്ച് നമുക്ക് തുടങ്ങാം. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് അതിന് എന്താ പറയാ മെയിൻ തീം about this Tiananmen Square protests, China our history mokka ningalku ariyam. But apart from that, what are the other kind of themes that we can see? I mean, there is not അങ്ങനെ ഒരു exhaustive list of themes ആയിട്ടല്ല, ഒരു set of themes വളരെ clear ആയി നമുക്ക് കാണാൻ പറ്റുന്ന themes ഞാൻ പറയാണ്. You can of course find more sub themes. So the first theme that one would think about is about the prevalence or the power of global capitalism. അതായത് നമ്മൾ 1989 മുതൽ ഇപ്പൊ 2012 ഇതിലെ പ്രസന്റ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, how the world was divided into different blocks, capitalist and communist blocks, with America on the one hand and Russia and China on the other hand. അങ്ങനെ അവർ തമ്മിൽ കോൾഡ് വാർ സംഭവിച്ചതും ആൻഡ് അതൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലുണ്ട്. അപ്പോൾ the interesting thing that we see in this play is that during the time of the Cold War, there was a kind of belief that capitalism and communism are completely opposite ideologies, and that there is some kind of a power struggle between these two. And the rest of the nations, the fate of the globe, the political fate of the globe kind of depends on who wins in this power struggle. America win cheyanengil entire world capitalist avunnu, China അല്ലെങ്കിൽ റഷ്യ win cheyanengil entire world communist ഇതിനെ ഐഡിയോളജിയെ ഫോളോ ചെയ്യുമെന്നും അങ്ങനെ പല രീതിയിലൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ രണ്ടിനും ക്യാപിറ്റലിസ്റ്റിനും കമ്മ്യൂണിസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ സിസ്റ്റംസ്, അതിൻ്റെതായിട്ടുള്ള എത്തിക്സ് ഉണ്ടെന്നും അത് ഇറിക്കൺസൈലബിൾ ആണെന്നും ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രം late 1980s onwards, liberalization of many economies in the world, ഇന്ത്യയിൽ അടക്കമുള്ള അതുപോലെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബെർലിൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിവിഷൻ ഇല്ലാതാക്കാണ്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞ് പാർട്ട്ലി അത് നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ഹിസ്റ്ററി. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ആ ബെർലിൻ വാൾ വെച്ച് ഡിവൈഡ് ചെയ്തിരുന്ന അത് പൊളിയുന്നത്, ബെർലിൻ വാൾ പൊളിയുന്നത്, പിന്നെ അതുപോലെ സോവിയറ്റ് യൂണിയൻ തകരുന്നത് in 1991-92 ഗോർബച്ചേവിന്റെ പോളിസീസ് ഒക്കെ വന്നിട്ട്. അപ്പൊ ഇങ്ങനെ ലിബറലിസം വന്നതിന് ശേഷം, ലിബറലൈസേഷൻ ഓഫ് ദി ഇക്കോണമി വന്നതിന് ശേഷം how things have changed and how now today when we look at ഒരു post 2000 or post 2010 നമ്മൾ വേൾഡ് ഇക്കോണമിയെ നോക്കുമ്പോൾ എൻറ്റയർ ഇപ്പോൾ ഗ്ലോബൽ ഇക്കോണമി എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പറയും. And that global economy we realize now is a global capitalist economy. So what we see is that പണ്ടുണ്ടായിരുന്ന പോലെ പല ഓപ്ഷൻസ് ഇല്ല. ക്യാപിറ്റലിസം ഓർ കമ്മ്യൂണിസം എന്നുള്ള ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓപ്ഷൻസ് ഒന്നും നമുക്കിപ്പോൾ കാണുന്നില്ല. പകരം എല്ലായിടത്തും ക്യാപിറ്റലിസത്തിന്റെ തന്നെ പല വേർഷൻസ് ആണ്. സോ യു ഹാവ് വൺ വേർഷൻ ഓഫ് ക്യാപിറ്റലിസം ഇൻ അമേരിക്ക ഓർ ഇൻ സർട്ടൻ യൂറോപ്യൻ കൺട്രീസ്. യു ഹാവ് അനദർ വേർഷൻ ഓഫ് capitalism that prevails even in so-called communist countries like China. അപ്പോൾ ചൈനയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും പവർഫുൾ ആയി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി. സോവിയറ്റ് യൂണിയൻ ഒക്കെ നോ ലോnger exists. I mean, Russia is there, but still Russia no longer is properly supposed to be a properly communist country, whereas China is supposed to be. പക്ഷെ ചൈനയിലും അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഈ പ്ലേയിൽ നമ്മൾ കാണുന്നുണ്ട് ഗ്ലോബൽ ക്യാപിറ്റൽ ഇങ്ങനെ ചൈനയിൽ ഇൻവെസ്റ്റഡ് ആണ്. നമ്മൾ പറഞ്ഞു കിമേരിക്ക എന്ന് പറഞ്ഞ ടേം തന്നെ വരുന്നത് ഇക്കണോമിക്സിൽ നിന്നാണ്. ആൻഡ് ദ ടേം റെഫേഴ്സ് ടു ഹൗ ദ ഇക്കോണമീസ് ഓഫ് ചൈന ആൻഡ് ഓഫ് അമേരിക്ക ആർ ഇൻഎക്സ്ട്രിക്കബിളി ഇന്റർട്വൈൻഡ്. അതിൽ നിന്നാണ് ആ ടേം വരുന്നത്. അപ്പൊ അങ്ങനെ if your economy, suppose you are a communist country, no matter what you say your ideologies are, if your economy is so deeply intertwined with the capitalist economy, then how can you remain a communist country? അതാണ് ഇവിടെ
ചൈനയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ചൈന കമ്മ്യൂണിസ്റ്റ് എന്ന ഓൺലി ഇൻ ടേംസ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദാറ്റ് ഇസ് റൂളിംഗ് ഇറ്റ് മാത്രമാണ് റിമെയിൻ ചെയ്യുന്നത്. ബാക്കി പല രീതിയിലും ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിനെക്കാട്ടിലും ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത്ര തന്നെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടും വളരെ ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എക്സെപ്റ്റ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ കൈൻഡ് ഓഫ് ഫ്രീ മാർക്കറ്റ് capitalism that we see in these capitalist countries, this is a slightly different form of capitalism. It was a slightly different form of capitalism. Ipo ellam same aanu because Chinese companies are invested all over the world and other global companies are invested in China. Appo multinational companies aanu allarthullathu. Appo angane aa reethiyil nokkumbo namukku krithyamayittum pandathe pole politically we cannot distinguish between capitalist and communist countries. അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചർ, അവരുടെ ഇക്കോണമി, അവരുടെ പോളിറ്റിക്സ്, അവരുടെ ഐഡിയോളജീസ് ഒന്നും നമുക്ക് അങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ ഗ്ലോബൽ ക്യാപിറ്റൽ, ദ ഹെജിമണി ഓഫ് ഗ്ലോബൽ ക്യാപിറ്റൽ, proper dominance, proper hegemony ആണ്. It is as if now we cannot have another alternative other than global capital. So that is the first important theme that we can see in this play. ഇനി അതുമായി ബന്ധപ്പെട്ട some other ideas are, another theme would be the illusion of freedom and democracy. അപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഒരു പുറമേക്ക് ഒരു or at least in name sake ഒരു പേരിന് പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കൺട്രി എന്ന് പറയുമെങ്കിലും ചൈന ഈസ് ഫുള്ളി ഇൻ ദാറ്റ് ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന ഇസ് നോ ലോങ്ങർ ആക്ച്വലി എ കമ്മ്യൂണിസ്റ്റ് കൺട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ബേസിക്കലി ഗ്ലോബൽ ക്യാപിറ്റൽ എല്ലാത്തിനെയും വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഗ്ലോബൽ ക്യാപിറ്റൽ എൻകംപാസസ് ഓൾ അതർ പോസിബിൾ മോഡ്സ് ഓഫ് ബോത്ത് ഇക്കോണമി ആസ് വെൽ ആസ് പോളിറ്റിക്സ്. But on the other hand, if you look at America, അപ്പോൾ അമേരിക്കൻസ് അവരെ തന്നെ ചൈനക്കാരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അവരുടെ തന്നെ ഐഡന്റിറ്റി മനസ്സിലാക്കുന്നത്. So what they think is that China is an authoritarian country, whereas America is a democratic country. ചൈനയില് നമുക്കിപ്പോ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കോവിഡ് ഔട്ട്ബ്രേക്ക് വന്ന സമയത്ത് വുഹാനിലൊക്കെ വന്ന സമയത്ത് യു വുഡ് ഹാവ് റെഡ് അബൌട്ട് ഹൗ ഇനീഷ്യലി ദ ചൈനീസ് ഗവൺമെന്റ് ട്രൈ ടു സെൻസർ എനി ഇൻഫർമേഷൻ അബൌട്ട് ദിസ് ആൻഡ് ദേ ട്രൈ ടു censor the actual count of COVID affected people or dead people and all that, and COVID fatalities and all that. And there's even this story, I don't know how far it is true, but there is a story that has been circulating on the internet that the doctor who first put out on the internet this information that a new very dangerous new vaccine a very dangerous new virus is come out in China, and that there is no way that we can control it, nothing is happening, government is not doing things properly എന്നൊക്കെ പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നെന്നും അയാൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം he was completely like nobody found him, nobody knows what happened to him, he didn't go to work the next day, his apartment was empty അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. It could be the western press making up stories about China, but these kind of things also happen a lot in China. അപ്പോ however അപ്പൊ ഇങ്ങനെ ചൈനയെ പറ്റി ഭയങ്കര ഒരു ഒത്തോറിറ്റേറിയൻ കൺട്രി ആണ്, ഒരു ടോട്ടാലിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ആണ് എന്ന് ഉള്ള ഒരു ഇംപ്രഷൻ ആണ് ജനറലി ഔട്ട്സൈഡ് ചൈന. അത് ചൈനക്കാരും അതെ, ദേ ഡോണ്ട് ഗിവ് ഔട്ട് മച്ച് ഇൻഫർമേഷൻ അബൌട്ട് ദിയർ ഓൺ കൺട്രി. എവറിത്തിങ് is government censored, everything is under government control, there is one party rule, all the press and everything is controlled very strongly by the government. അതുകൊണ്ടൊക്കെ അവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല, ഡെമോക്രസി ഇല്ല എന്നുള്ള ഒരു സംഭവം ഉണ്ട്. And that is the impression that the West has of China as well. So I'm not saying it's a fake impression, it is actually true, and also that is the impression we have. But because of that, the Western countries have this idea that actually we are a democratic country. America is a democratic country. India, even we think that we are a democratic country. But even European countries think that we are democratic countries. We give freedom to our citizens. Our citizens, they have right to express themselves. They have we have a free press. But what this play shows us is that
that kind of a freedom is also an illusion. Totalitarian countries വളരെ obvious ആയിട്ട് government തന്നെ censor ചെയ്യും. On the other hand, in so-called democratic countries today, there are other forces that censor your thoughts and censor your expression. അതിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ കാണുന്നത് in that scene where in this play, there is a scene, I had mentioned it in the previous class, where Frank Hadley, who is the editor of the newspaper in which Joe Schofield works, approaches Joe and tells him not to pursue the story of the tankman's identity. The tankman ആരാണ്, അയാളുടെ ഐഡന്റിറ്റി എന്താന്ന് ജോ പെർസ്യൂ ചെയ്യുന്ന സമയത്ത് ജോയിന്റെ എഡിറ്റർ വന്നിട്ട് പറയും, നീ അത് പെർസ്യൂ ചെയ്യണ്ട, നമുക്കത് റൺ ചെയ്യാൻ പറ്റില്ല, അവർ ന്യൂസ് പേപ്പർ കൻ നോട്ട് റൺ ദാറ്റ് സ്റ്റോറി. അതിന് കാരണം പറയുന്നത് ഇങ്ങനെയാണ്, വി ഹാവ് എ പേരന്റ് കമ്പനി, വെരിക്കോ എന്നങ്ങനെ പറഞ്ഞിട്ട് ഒരു പേരന്റ് കമ്പനി ഉണ്ട്. ആൻഡ് പേരന്റ് കമ്പനി is the parent company of a newspaper is a corporate company, and that company wants to set up some business in China. So they want to set up some investments in China. And ചൈനയിൽ ഒരു ഫോറിൻ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചൈനീസ് ഗവൺമെന്റിന്റെ പോളിസീസ് അവർ ഒബേ ചെയ്യണം. ചൈനീസ് ഗവൺമെന്റിന്റെ അതോറിറ്റിക്ക് എതിരായി ഒന്നും അവർ ചെയ്യാൻ പാടില്ല. So if they run the story that is questioning the legitimacy of the Chinese government, it is questioning the authority of the Chinese government, and therefore Chinese government will not allow them to carry out their investments in China. അതുകൊണ്ട് ഫ്രീ കൺട്രി, ഫ്രീ പ്രസ് എന്നൊക്കെ പറയുന്ന അമേരിക്കയിലെ ഈ ന്യൂയോർക്ക് ന്യൂസ് പേപ്പർ, സം വെരി പ്രസ്റ്റീജിയസ് ന്യൂസ് പേപ്പർ ന്യൂയോർക്ക് ആണ്, അവിടെ ഉള്ള ജേർണലിസ്റ്റിനോട് പറയാണ്, ഡോണ്ട് ഡു ദിസ് ബിക്കോസ് don't continue with the story, because then our parent company will not be able to have investments in China. അതൊന്ന്. പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്നത് again, even when you say there is freedom of the press, you can't write whatever story you like in the press, because press is also based on capitalism in some sense. അതായത് പ്രസ്സിൽ what sells in the press or what works in the press is basically the something that everybody wants to read. ഇപ്പൊ എല്ലാവർക്കും വായിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും ഒരു മെജോറിറ്റി ആളുകൾക്ക് താല്പര്യമുള്ള ന്യൂസ് വേർത്തി എന്ന് പറയുന്ന സംഭവങ്ങളായിരിക്കും പ്രസ്സിൽ വരിക. അല്ലാതെ എല്ലാ കാര്യവും നമുക്ക് പ്രസ്സിൽ എഴുതാൻ പറ്റില്ല. ആൻഡ് who decides whether something is newsworthy or not? And then we get to see how Joe Schofield is asked by his Chinese friend Jiang Lin to run a story about the smog, the pollution in Beijing. ഗവൺമെന്റ് പൊല്യൂഷനെ പറ്റി ഒന്നും ചെയ്യുന്നില്ലെന്നും അതുകൊണ്ട് ഇയാളുടെ ജാങ്ലിന്റെ നെയ്ബർ ഒരു സ്ത്രീ, പ്രായമായ ഒരു സ്ത്രീ, അവര് മരിക്കുന്നതും അവർക്ക് ലങ് പ്രോബ്ലംസ് വന്ന് മരിക്കുന്നതൊക്കെ ഇയാൾ പറഞ്ഞു കൊടുത്തിട്ട് ജോയിനോട് പറയും, നീ അറ്റ്ലീസ്റ്റ് ഫ്രീ പ്രസ് ഉള്ള ഒരു കൺട്രിയിലല്ലേ, ഇവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ക്യാൻ യു റൺ എ സ്റ്റോറി ഓൺ ദാറ്റ് എന്ന് പറയുമ്പോൾ ജോ പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് ന്യൂസ് വർത്തി, ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് അബൌട്ട് വൺ ഓർഡിനറി വുമൺ. സോ ദ അമേരിക്കൻ പ്രസ് who favors democracy, who believes in freedom of speech and democracy, they don't care about those kind of the stories which are about individuals' problems and all that. അപ്പൊ അതുകൊണ്ട് അതിനൊരു ആ സ്റ്റോറിക്ക് ഒരു വെയിറ്റ് പോരാ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ചെയ്യാതിരിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് തിങ്സ് വിച്ച് മേക്ക് us realize that that democracy and freedom as they exist in Western countries, so-called democratic countries, are also illusory. അത് ചൈനയിൽ അത് ഇല്ലാന്ന് അവർക്കറിയാം. Chinese citizens know that they are restricted from saying many things and doing many things directly by the government. If you disobey, you will be directly taken to the jail, or you might even be shot and killed. North Korea, China പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ അമേരിക്കയിൽ എന്നുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, you are told to say whatever you like. You are told that you have the right to expression, but ultimately when you try to express yourself, you are forbidden from doing so. ഇതിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് ഇത്. പ്ലേയുമായി ബന്ധമില്ല, ഞാൻ നമ്മളുടെ ഇന്നത്തെ ലൈഫുമായി കണക്ട് ചെയ്ത് പറയാണ്. ഇഫ് യു ലുക്ക് അറ്റ് ഫേസ്ബുക്ക് ഫോർ എക്സാമ്പിൾ, വാട്ട് ഡസ് ഫേസ്ബുക്ക് ആസ്ക് യു? നമ്മൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആക്ച്വലി ആസ്ക് വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് ഫേസ്ബുക്ക് ചോദിക്കും. അവിടെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എഴുതുന്നത്. സോ ബേസിക്കലി ഫേസ്ബുക്ക് ഇസ് ടോക്കിംഗ് ആസ് ഇഫ്
you have a right to express whatever is on your mind. But we know so many instances of people who have written what's on their mind and then they are restricted from doing that. If it is against some great political party or political leader or പല പല സംഭവങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം സെഡിഷൻ അത് ഇത് അങ്ങനെ പല റീസൺസ് പറഞ്ഞിട്ട് people are banned from doing that even when you are told. So first there is a promise of freedom of expression, and then however when you believe in that promise and then you think that okay, that promise will be fulfilled, the state, my country will fulfill its promise to me, then you are ultimately betrayed. So that is how freedom and democracy work as illusions. അപ്പൊ അത് നമുക്ക് ഈ പ്രസിന്റെ ഈ 1-2 ഇൻസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഈ പ്ലേയിൽ കാണാൻ പറ്റുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്റ്റഡ് ആയ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ജേർണലിസ്റ്റിക് എത്തിക്സ്. സോ ദിസ് ഇസ് ദ തേർഡ് തീം. നമ്മൾ പറഞ്ഞു ഗ്ലോബൽ ക്യാപിറ്റലിസം പറഞ്ഞു, ദെൻ ദ ഇല്യൂഷൻ ഓഫ് ഫ്രീഡം ആൻഡ് ഡെമോക്രസി എന്നുള്ളത് പറഞ്ഞു, ആൻഡ് ദ തേർഡ് തീം വി ആർ ടോക്കിംഗ് അബൌട്ട് ഇസ് ദാറ്റ് ഓഫ് ജേർണലിസ്റ്റിക് എത്തിക്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ട് മേക്സ് ന്യൂസ്, ഹൗ ഡു യു ഡിസൈഡ് വെദർ സംതിങ് ഇസ് newsworthy or not. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് കൂടാതെ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ we have these two journalists. So one is Mel Stanwyck, and he is a very ordinary, very cynical person, and he doesn't really bother about what is right and what is wrong or things like that. അങ്ങനെ ഭയങ്കര എത്തിക്കൽ ആയിട്ടൊരു മനുഷ്യനായിട്ടല്ല കാണിക്കുന്നത്. He just wants to enjoy life and all that. So Frank Hadley also, as we mentioned, he bows down to the demands of capital. But we have this character called Joe Schofield. നമ്മളുടെ മെയിൻ ക്യാരക്ടർ ആണ്. അയാൾ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, വളരെ പ്രോഗ്രസീവ് പോളിറ്റിക്സിനെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണെങ്കിലും we see that he doesn't have empathy for individuals. അപ്പൊ നേരത്തെ ജാംഗ്ലിന്റെ നെയ്ബറിന്റെ ഇഷ്യൂ അയാൾ പറഞ്ഞില്ല എന്നുള്ളത് കൂടാതെ തന്നെ നമ്മൾ കാണുന്ന സംഭവം എന്താ വെച്ചാൽ when he is searching for the tank man, because he thinks finding the identity of the tank man is very important, and he has a great sense of his own importance. പല സമയത്ത് ടെസ്റ്റിന്റെ അടുത്തും പല ആളുകളുടെ അടുത്തും സംസാരിക്കുമ്പോൾ ഞാനൊരു ഭയങ്കര പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആണ്, ഞാനൊരു ഭയങ്കര ലോകത്തെ വലിയ പ്രോഗ്രസീവ് ആയ സംഭവങ്ങൾ, യുദ്ധങ്ങളും പിന്നെ റയറ്റ്സും പ്രൊട്ടസ്റ്റുകളും എല്ലാം കവർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് ആണ്, മൈ വർക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ്, നോബഡി എൽസസ് വർക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ള ആ ഒരു ഐഡിയ ഉള്ള ഒരാളാണ് ഇയാള്. സോ വാട്ട് വി ഓൾസോ സീ ഇസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഓർഡിനറി ജേർണലിസ്റ്റ് ഹൂ ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ ചവറൊക്കെ എഴുതി എങ്ങനെയൊക്കെയോ പബ്ലിഷ് ചെയ്ത് വരുന്ന ജേർണലിസ്റ്റുകൾ മാത്രമല്ല, വളരെ ഹൈലി പൊളിറ്റിക്കൽ, ഹൈലി പ്രോഗ്രസീവ് എന്ന് വിചാരിക്കുന്ന ജേർണലിസ്റ്റുകൾക്ക് പോലും തീരെ ഇൻഡിവിജ്വൽസിനോട് എംപതി ഇല്ല, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനൊന്നുമില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് when he goes in search of the identity of the tank man, he meets many people and he doesn't mind taking advantage of them, threatening them or scaring them or putting them in trouble. അപ്പോൾ ഈ വാങ് പെങ് ഫേ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ടാങ്ക് മാൻ എന്ന് ഇടയ്ക്ക് വെച്ച് തോന്നുമല്ലോ. ആക്ച്വലി അയാളല്ല, അയാൾ ഹി വാസ് ദ സോൾജർ ഹൂ റാൻ ദാറ്റ് ടാങ്ക്. ടാങ്കിന് മുമ്പിൽ നിന്ന ആളല്ല, ടാങ്ക് ഓടിച്ചിരുന്ന സോൾജറാണ് വാങ് പെങ് ഫൈ. അയാളെ അന്വേഷിച്ച് പോയിട്ട് അയാളുടെ ബ്രദർ ഉണ്ട് വാങ് പെങ്സി. വാങ് പെങ്സിന്റെ ഒരു ഫ്ലവർ ഷോപ്പിൽ പോയിട്ട് അയാളെ നിർബന്ധിച്ച് അയാളെ തല്ലിയിട്ടൊക്കെയാണ് ആ ഇൻഫർമേഷൻ വാങ്ങുന്നത്. അൾട്ടിമേറ്റ്ലി ദാറ്റ് ഇൻഫർമേഷൻ ടേൺസ് ഔട്ട് ടു ബി യൂസ്ലെസ് ടു ജോ ബിക്കോസ് ഇറ്റ് ഈസ് അബൌട്ട് ദ സോൾജർ ആൻഡ് നോട്ട് അബൌട്ട് ദ മാൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടാങ്ക്. പക്ഷേ എന്നാലും ആ ഇൻഫർമേഷൻ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാള് വാങ് പെങ്സിനെയും അയാളുടെ ഭാര്യയെയും ടെററൈസ് ചെയ്യുന്നു, അവിടെ ചെന്ന് പേടിപ്പിക്കുന്നു. അതുപോലെ ആക്ച്വലി അയാളെ ഹിറ്റ് ചെയ്തിട്ടൊക്കെയാണ് വളരെ ഒരു ഫിസിക്കലി വയലന്റ് ആയിട്ട് അയാളോട് ബിഹേവ് ചെയ്യുന്നു. എന്ന് മാത്രമല്ല അവിടെ ഭയങ്കര ബഹളം കാരണം പിന്നീട് പുറത്തുനിന്ന് ആളുകൾ വന്ന് കണ്ടുപിടിക്കുകയാണ് ഇവിടെ വാങ് പെങ്സി, പോലീസൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ കണ്ടുപിടിക്കുന്നത് വാങ് പെങ്സിയും അയാളുടെ വൈഫും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട്, അൺഡോക്യുമെന്റഡ് ആയിട്ടാണ് അവിടെ ന്യൂയോർക്കിൽ താമസിക്കുന്നത്. അതുകൊണ്ട് അവരെ പിടിച്ചിട്ട് അവരുടെ നാട്ടിലേക്ക്, അതായത് ചൈനയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യാണ്. അവര് ചൈനയിൽ നിന്നാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്, ബിക്കോസ് ദേ വിൽ ബി കിൽഡ് ഇഫ് ദേ ഗോ ബാക്ക് ടു ചൈന, ലൈക്ക് ദെയർ ബ്രദർ വാസ് എക്സിക്യൂട്ടഡ്. അതുപോലെ അവിടെ നിൽക്കാൻ പറ്റാതെ അവർ അവിടെ നിന്ന് അമേരിക്കയിൽ വന്നതാണ്. ബട്ട് ബിക്കോസ് ഓഫ് ജോസ് insensitive actions, they also had to face deportation and probably they will be either imprisoned or killed when they go back to China. അപ്പൊ അതുപോലെ അതും നമ്മൾ കാണുന്നുണ്ട്. ജേർണലിസ്റ്റിക് എത്തിക്സ് ഇല്ലാതെ, എത്തിക്സ് മീൻസ് ദാറ്റ് if you are looking for a story, one important
ethical point you should take is that you should protect your sources. ആരാണ് നിങ്ങൾക്ക് ഒരു സ്റ്റോറിക്ക് പോയിന്റ്സ് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ എക്സാമ്പിൾ എന്തെങ്കിലും പ്രൂഫ് തരുന്നത്, അവര് ഇഫ് ദേ ആർ ഇൻ എനി കൈൻഡ് ഓഫ് ഡേഞ്ചർ ഫ്രം പവർഫുൾ പീപ്പിൾ ഓർ ഫ്രം ദി ഗവൺമെന്റ് ഓർ എനിബഡി, യു ഷുഡ് പ്രൊട്ടക്ട് ദെയർ ഐഡന്റിറ്റി. അത് ജേർണലിസ്റ്റിക് എത്തിക്സിൽ പറയുന്ന സംഭവമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ബിക്കോസ് ഓഫ് ഹിസ് ഇൻസെൻസിറ്റിവിറ്റി ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് എന്താ പറയുക, ആരെതിർത്താലും ഒരു ആർക്കെന്ത് പ്രോബ്ലം ഉണ്ടായാലും ഞാൻ എൻ്റെ വർക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ് ജോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ Jiang Lin also gets into trouble later, and this Wang family also gets into trouble. So that is another theme. And then the fourth theme is the power of images. ഇത് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കാൻ പറ്റുന്നതാണ്. Power of images, because we see the photo of tank man. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ആ ഫോട്ടോനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, ഹൗ ആർ ഇമേജസ് ഫോംഡ്, ഹൗ ആർ ഇമേജസ് പ്രൊഡ്യൂസ്ഡ്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുമ്പോഴല്ല, ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അതിലൊരു ഫ്രെയിമിംഗ് ഉണ്ട്, എന്തെടുക്കണം എന്തെടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിലൊരു ചെറിയ ഐഡിയോളജി ഉണ്ട്. അതുപോലെ തന്നെ പിന്നീട് when that photograph is circulated, how is it deployed, what ideological function does that serve. നമ്മൾ പറഞ്ഞു അമേരിക്കൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഈ എന്താണ് ടാങ്ക് മാന്റെ പിക്ചർ വെച്ചിട്ട് അവർക്ക് they were able to at that time 89 they were able to use that to say that look how communism is working. അപ്പൊ ചൈനയിൽ അതോറിറ്റേറിയൻ റൂൾ ഉണ്ട്, അത് കമ്മ്യൂണിസ്റ്റുകാരായി പോയി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അവര് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവര് ഡീലെജിറ്റമൈസ് ചെയ്തു. അതിന് ഈ ഫോട്ടോ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് അതോറിറ്റീസ്, as I told you, when they were asked about the photo, they said, see, this photo is an example of the fact that we didn't kill that protester. അപ്പൊ ഞങ്ങൾ നോൺ വയലന്റ് ആണ്, പരമാവധി ഞങ്ങൾ പ്രൊട്ടസ്റ്റേഴ്സിനെ ഒന്നും ഉപദ്രവിക്കില്ല, അവരൊന്നും ചെയ്യില്ല, അതിന്റെ എക്സാമ്പിൾ ആണ് ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ചൈനീസ് ഗവൺമെന്റ് അവരുടെ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട്, അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർ ചെയ്ത വയലൻസിനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഫോട്ടോ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പൊ അങ്ങനെ പല പല രീതിയിൽ ആ ഫോട്ടോ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഓൾസോ സി ഇൻ ദിസ് play, we see the character Tessa using this photograph when she is giving a presentation. She is doing a PowerPoint presentation as part of, she is a market researcher. അപ്പൊ അവർ ഏതോ കമ്പനിക്ക് വേണ്ടി ചൈനയിൽ പോയി മാർക്കറ്റ് റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈൻഡിങ്സ് പ്രസന്റ് ചെയ്യുന്ന ഒരു PowerPoint presentation നടത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവര് ഇതേ പിക്ചർ വെച്ചിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ the tank man is holding 2 grocery bags. So അതിന്റെ ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതൊന്നല്ല അവർ അതിനെ ഫുൾ ഇറേസ് ചെയ്തിട്ട് ആക്ച്വലി അവിടെ നടന്ന ആ റയറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മാസക്കറിനെ പറ്റിയോ ഒന്നും പറയാതെ, അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളെ പറ്റി പറയാതെ, what she points out is that this man is holding 2 grocery bags and therefore he was shopping. അപ്പൊ അതിൽ നിന്ന് she goes on to say that we think that Chinese people, because they are Asians and they have a different culture, and also because they are a communist country, they were a communist country, we think that they don't shop, they prefer to save that rather than to spend. But this picture shows us that they are also good at spending and we should figure out how to make them spend. Appo again aa picture ne use cheynathu മാർക്കറ്റിംഗ് റിസർച്ചിന് വേണ്ടി എങ്ങനെ ചൈനക്കാരെ കൊണ്ട് പൈസ ചെലവാക്കിക്കാം, നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങിപ്പിക്കാം എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് പോലും ആ പിക്ചറിനെ ഡിപ്ലോയ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് അബൌട്ട് നോബഡി ഈസ് ആക്ച്വലി കൺസേൺഡ് അബൌട്ട് ഹൂ ദാറ്റ് പേഴ്സൺ ഇസ്. ഈവൻ ജോ who wants to find the real identity of this person. Joe is the only person who wants to know who that actual person is. But even Joe is unable to understand who actually that is, because ജോന്റെ ഫ്രണ്ട് ജാങ്ലിൻ തന്നെ ആയിരുന്നു, പക്ഷെ അയാൾ അത് മനസ്സിലാക്കുന്നില്ല. പകരം അയാളുടെ മനസ്സിലുള്ള ഒരു ഐഡിയൽ, ഏതൊരു മാർട്ടർ ഫിഗർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയൽ ആണെന്ന് വിചാരിച്ചിട്ട് അയാൾ സെർച്ച് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഇമേജിൽ കാണുന്ന മനുഷ്യൻ ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ക്യാരക്ടറാണ്. സോ I want you, when you think about this photograph, this is one of the most important themes of this play. When you think about this photograph, I want you to also use the insights you have got from your cultural studies paper, where we discussed Roland Barthes mythologies.
മിത്തോളജീസിൽ പറയുന്നുണ്ടല്ലോ, ഒരു പിക്ചർ, ഒരു ബ്ലാക്ക് മാൻ സല്യൂട്ടിങ് ദ ഫ്രഞ്ച് ഫ്ലാഗ്, അതിനെ എങ്ങനെ ഒരു മിത്താക്കി മാറ്റുന്നു, അതിന്റെ ഐഡിയോളജിക്കൽ ഡിപ്ലോയ്മെന്റ് എങ്ങനെ നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ പിക്ചറിനെ നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഇതുപോലെ ഈ പിക്ചർ ആരെടുത്തു, ഫോർ വാട്ട് പേർപ്പസ് എന്നുള്ളതും, അത് പിന്നീട് സർക്കുലേറ്റ് ചെയ്ത് വരുന്നത്, വാട്ട് ന്യൂ മീനിങ്സ് ആർ ആട്രിബ്യൂട്ടഡ് ടു ദാറ്റ് പിക്ചർ എന്നുള്ളത് കൂടി നിങ്ങൾ അതിലേക്ക് ആലോചിക്കുക. അപ്പൊ ഇതുമായി കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് കൂടി അതിനെ നോക്കാൻ പറ്റും. ഹൗ ഡസ് ദ ടാങ്ക് മാൻ ബിക്കം എ മിത്ത്, ബിക്കം എ mythical figure? How does he become an ideal figure? How does he become a symbol? And what does he symbolize? Symbol ആണെന്ന് പറയുമ്പോൾ symbol should always represent something. What does he represent? And how is it possible that one figure can represent many different things? നമ്മൾ empty signifier അല്ലെങ്കിൽ floating signifier എന്നൊക്കെ ഭാരത് പറയുന്നത് പോലെ ഈ ഒരു സിഗ്നിഫയറിന് വളരെ കംപ്ലീറ്റ്ലി ഡൈവേർജന്റ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ പൊസിഷൻസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. Also the question of what are the things that an image reveals, and alongside revealing something, what are the things that the image conceals? അപ്പൊ ആ ഗ്രോസറി ബാഗ് നമ്മൾ കാണുന്നുണ്ട്, അതിനെ വെച്ച് ബേസ് ചെയ്തിട്ട് ആളുകൾ പലതും സ്പെക്യുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നേരത്തെ ടെസ്സ പറഞ്ഞ പോലെ സ്പെക്യുലേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വൽ റിയാലിറ്റി അത് കൺസീൽ ചെയ്യുന്നുണ്ട്. ഇയാളുടെ വൈഫ് ലൂലി മരിച്ചിട്ട് അവളുടെ സാധനങ്ങളാണ് അതിലുണ്ടായിരുന്നതെന്നും, അപ്പൊ ആ ഫോട്ടോഗ്രാഫിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് by the positioning of that photograph, by the framing of that photograph, it is constructed, socially, culturally construct ചെയ്ത് വരികയാണ്, ഇതാണ് ആ ഫോട്ടോഗ്രാഫിന്റെ മീനിങ് ആണ്. ബട്ട് അപ്പൊ തന്നെ എന്താ ചെയ്യുന്നത്, ആ ഫോട്ടോഗ്രാഫിന്റെ റിയൽ മീനിങ്, വാട്ട് ഇസ് മെനി തിങ്സ് ദാറ്റ് ആർ നോട്ട് revealed by the photograph, many things that are concealed in the photograph, adine erase ചെയ്ത് കളയാൻ കൂടി ചെയ്യാണ്. Then finally ഞാൻ ഓൾറെഡി പറഞ്ഞ ഫസ്റ്റ് പോയിന്റുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്, കൺസ്യൂമറിസം ആസ് ദ ന്യൂ മെറ്റാ നാരറ്റീവ്. അപ്പൊ ഒരു മെറ്റാ നാരറ്റീവ് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു നാരറ്റീവ്, അതാണ് മെറ്റാ നാരറ്റീവ്. സംതിങ് ആൻഡ് സം ഓവർ ആർച്ചിങ് നാരറ്റീവ് against which there is no possible alternative, and that which tries to explain everything, all cultural, economic, political phenomena. അങ്ങനത്തെ ഒരു മെറ്റാ നാരറ്റീവ് ആയിട്ട് കൺസ്യൂമറിസത്തിനെയാണ് ഇത് ഈ പ്ലേയിൽ നമ്മൾ കാണുന്നത്. അതിന്റെ ഏജന്റ് ആയിട്ട് നമ്മൾക്ക് ഒരു ഇൻഡിവിജ്വൽ പോലെ നമ്മൾ കാണുന്ന ടെസ്സയാണ്. So we can see Tessa is obsessed with, and not just Tessa, other characters. Earlier Mel Stanwyck also talks about yeah, it's okay. If you have any net problem, you can leave, no problem. I'm anyway recording this, you can watch the rest later. Anyway, കഴിയാറായി, ഒരു 10 മിനിറ്റ് കൂടി എടുക്കുള്ളൂ. Okay, so Tessa is the agent of consumerism, but not just Tessa, many other characters, not just Tess, many other characters are also obsessed with this question of what was in the grocery bags that was carried by the tank man. And also we see that consumerism is presented as a bridge that carries across political, economic, territorial, geographical, all kinds of differences. Appo American Chinese തമ്മിൽ cultural differences ഉണ്ട്, political difference ഉണ്ട്, economic difference ഉണ്ട്, പലതരം difference ഉണ്ടെങ്കിലും ഇതിനെ എല്ലാത്തിനെയും encompass ചെയ്യാൻ പറ്റുന്നത് കൺസ്യൂമറിസത്തിനാണ്. And also there is a critique, there is a very subtle critique of the American belief that consumerism leads to freedom. Americans മാത്രമല്ല, ഇപ്പൊ പലരും വിശ്വസിക്കുന്ന ഒരു സംഭവം അതാണ്, consumerism leads to freedom എന്നുള്ളതാണ്. ബട്ട് ഇവിടെ നമ്മൾ കാണുന്നത് നേരെ തിരിച്ചാണ്. അമേരിക്കയിലാണെങ്കിലും ശരി, ചൈനയിലാണെങ്കിലും ശരി, കൺസ്യൂമറിസം കൂടി വരികയാണ്, ബട്ട് ഫ്രീഡം രണ്ട് സ്ഥലത്തും കുറഞ്ഞു വരികയാണ്. അപ്പോൾ കൺസ്യൂമർ ക്യാപിറ്റലിസം ട്രൈസ് ടു കൺവിൻസ് എവറി വൺ ദാറ്റ് freedom is basically the freedom to consume. You have freedom basically, when you go to a shop, when you go to a supermarket, and there are so many choices in front of you, when you buy something, you are exercising your freedom. That is what consumerism tries to convince us of. But our freedom gets restricted just to that. നമുക്ക് തരുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം മാത്രമേ നമുക്കുള്ളൂ, അല്ലാതെ നമുക്കൊരു ഫ്രീഡം ഇല്ല. ആൻഡ് ആസ് വി മെൻഷൻഡ് ഇൻ ദ കേസ് ഓഫ് ദ illusory freedom of the press and all that, consumer capital വരുമ്പോൾ ഫ്രീഡം കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. So these are some of the important themes of this play: the hegemony of global capitalism, the illusion of freedom and democracy, the question of journalistic ethics, the power of images, and the
consumerism as a meta narrative. ഇനി ഞാൻ വളരെ ബ്രീഫായിട്ട് ക്യാരക്ടേഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. ഐ ഹോപ്പ് യു റിമെമ്പർ ദ ക്യാരക്ടേഴ്സ് ആൻഡ് ആസ് ഐ സെഡ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു മെൻഷൻ വാട്ട് ഈച്ച് ക്യാരക്ടർ സ്റ്റാൻഡ്സ് ഫോർ. അതും പിന്നെ ഈ സ്റ്റോറിയും വെച്ച് ബേസ് ചെയ്തിട്ട് യു ക്യാൻ ആക്ച്വലി കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ആ ക്യാരക്ടേഴ്സിനെ പറ്റി. സോ അവർ first character, or most important character, the protagonist, is Joel Schofield, who is an American photojournalist. And what he stands sacrifices personal empathy in the name of progressive politics. അപ്പോൾ പ്രോഗ്രസീവ് പോളിറ്റിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയും. അപ്പോൾ ആളുകൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ ഇയാൾ പറയുമെങ്കിലും ആക്ച്വൽ സാധാരണക്കാരെ, ആക്ച്വൽ ആളുകൾക്ക് എന്ത് പ്രോബ്ലം സംഭവിക്കുന്നു, ഹി ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഐ ഹവ് ഓൾറെഡി മെൻഷൻ ദ എക്സാമ്പിൾസ് ഓഫ് ദാറ്റ്. Then next we have Mel Stanwyck, who is Joe's colleague, and he is a cynical journalist. Joe is an idealistic journalist and Mel is a cynical journalist. Hello? I think the connection went for a moment. Can you hear me now? Yes, ma'am. Okay. So Mel Stanwyck stands for contemporary media. He's a cynical person and not a very idealistic person. സാധാരണ ഫോട്ടോ അല്ലെങ്കിൽ സാധാരണ ജേർണലിസ്റ്റുകളെ പോലെയാണ് നമ്മൾ മെൽ സ്റ്റാൻവിക്കിനെ കാണുന്നത്. Hello, can you hear me? Yes, ma'am. Yes, ma'am. Okay, good. Okay. Okay, so next character is Frank Hadley. I think there is some problem with my connection. I can't see anybody and I can't see the chat box also. Okay, it's come back. So next character is Frank Hadley, who is the editor of the newspaper in which Joe works. And what we see is that many times he comes across as a man who tries to do the right thing. Joe-ne help ചെയ്യാനും പലപ്പോഴും ഇങ്ങനെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റോറീസ് പെർസ്യൂ ചെയ്യാനൊക്കെ അയാളെ സഹായിക്കുക. അതുപോലെ ടിയാനൻമെൻ സ്ക്വയറിൽ നിന്ന്, ബീജിംഗിൽ നിന്ന് ഇയാളെ പണ്ട് 89-ല് അയാളെ റെസ്ക്യൂ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഇയാളെ സഹായിച്ചിരുന്നു. ബട്ട് വി ഓൾസോ സീ ദ ലിമിറ്റ്സ് ഓഫ് ഫ്രാങ്ക്സ് പ്രോഗ്രസീവ്നെസ്. So long as it is convenient for capital, he is very progressive. But the moment it is not convenient for capital, then he cannot do anything anymore. And finally, when we even see that Frank fires Joe because he cannot accept many of the things that Joe is doing. And then the Tessa or Tess Kendrick is a British woman, and as I mentioned, she is a market researcher, and she embodies the contemporary global capitalism, which is based on consumerism. She is personally very empathetic. Joinekalam personally കുറച്ചുകൂടി ആളുകളോട് empathy ഉള്ള ആളാണ്. She is a very strong woman, strong-willed ആണ്. And she loves Joe, she admires his work, she believes that his work is important, but she also believes that my own work is very important. So അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ടെസ്. ആൻഡ് ഇൻ വൺ സെൻസ് ഇഫ് യു വെറുതെ നമ്മൾ അൺക്രിട്ടിക്കലായി ടെസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ടെസ് ഇസ് എ വെരി എംപവേർഡ് വുമൺ. നമുക്കൊരു വളരെ ഹൈലി എംപവേർഡ് വുമൺ ആയിട്ടാണ്, വളരെ ഫ്രീ ആയി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് നമുക്ക് കാണാം. ബട്ട് വാട്ട് യു ഓൾസോ സീ ഇസ് ദാറ്റ് ഹെർ ഫ്രീഡം ആൻഡ് ഹെർ സ്ട്രെങ്ത് കംസ് ഫ്രം കൺസ്യൂമറിസം. അപ്പൊ അവര് എന്താ പറയുക, കൺസ്യൂമറിസം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ ആ ഒരു ഇതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു എന്താ പറയാ, മാർക്കറ്റിങ്ങിനെ എംബോഡി ചെയ്യുന്ന, സിഗ്നിഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ടെസ്സിനെ നമ്മൾ കാണുന്നത്. അവർ വളരെ സ്ട്രോങ് വുമൺ ആണ്. ഇതിൽ ഏറ്റവും വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ക്യാരക്ടേഴ്സ് ആണ് ടെസ് എങ്കിലും നമുക്ക് we get the sense that her priorities are not quite right. ജോയിനും ജോയിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ജോ അറ്റ്ലീസ്റ്റ് പൊളിറ്റിക്കലി അയാളുടെ പ്രോഗ്രസീവ് പൊളിറ്റിക്സ് വിശ്വസിക്കുന്നുണ്ട്. whereas Tessa believes that consumerism is the way to make everyone empowered.
Just like as I mentioned, consumer capitalism tries to convince us that we have agency when we buy more things. appadana namukku agency undavunenu consumerism par adinte oru embodiment aayitana namukku ടെസ്സിനെ കാണാൻ പറ്റുന്നത്. So Joe, Mel, Frank and Tess are the most important western characters, American or other American and British characters in this. And now we have the Chinese character. So we have Liu Li, who's a very minor character, but she's Zhang Lin's wife, and she embodies the lost dreams of a democratic China. Appo 1989 marichu poya students il oralana Liu Li, and she embodies or she signifies that lost hope. Appo അന്ന് യൂത്ത്ഫുൾനെസ് ഉണ്ടായിരുന്നു, ഹോപ്പ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഇത് മാറി ഒരു ക്യാപിറ്റലിസവും ഫുള്ളി ക്യാപിറ്റലിസവും അല്ല, ഫുള്ളി കമ്മ്യൂണിസവും അല്ലാത്ത, ഫുള്ളി അതോറിറ്റേറിയൻ അല്ലാത്ത ഒരു പുതിയ വേൾഡിന്റെ ഒരു പോസിബിലിറ്റിനെ പറ്റി ആളുകൾ വിശ്വസിച്ചിരുന്നു. അതിന്റെ ഒരു പ്രതീകമാണ് ല്യൂലി. ബട്ട് ഷീ ഇസ് ഡെഡ് ആൻഡ് ദാറ്റ് മീൻസ് ദാറ്റ് ഹോപ്പ് ഇസ് നൗ ലോസ്റ്റ്. And of course we have our other main character who is Zhang Lin, a Chinese man who is Joe's friend. He's an English teacher, but we later realize that actually he was the tank man. He's a once upon a time revolutionary. ഒരു കാലത്ത് അയാൾ ഒരു റെവല്യൂഷണറി ആയിരുന്നു. ആൻഡ് ഹി ഡസൻറ്റ് വാണ്ട് ടു ബി എ മാർട്ടർ. ഹി ഡസൻറ്റ് വാണ്ട് ടു തിങ്ക് അബൌട്ട് ഹിസ് പാസ്റ്റ്. ഹി വാണ്ട്സ് ടു ഫൊർഗെറ്റ് ഹിസ് പാസ്റ്റ്. ഹി വാണ്ട്സ് ടു ഫൊർഗെറ്റ് he is trying to suppress that revolutionary part of himself, but ultimately he is unable to do that, and he is taken over completely by his past. അപ്പൊ പാസ്റ്റ് മറക്കാൻ പറ്റില്ല എന്നുള്ളതിനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ല്യൂലിന്റെ പ്രേതത്തിനെ കാണുന്നതായിട്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കാണുന്ന പോലെ തോന്നുന്നുണ്ട്. So Yuli symbolizes the past hopes. To get by, and he doesn't want to, Jiang Wei does not want to upset the status quo. Status quo ഇങ്ങനെ പോകുന്നുണ്ട്, അതിനെ അപ്സെറ്റ് ചെയ്യാൻ പേടിയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുള്ള പേടി കാരണം. അപ്പൊ ജാങ്ലിൻ ചെയ്യുന്ന അത്ര വളരെ റെവല്യൂഷണറി ആയ കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ല. അയാൾക്ക് ആകെയുള്ള ഹോപ്പ് അയാളുടെ മകനിലാണ്, ഹിസ് സൺ ബെന്നി, ഹൂ സ്റ്റഡിയിങ് ഇൻ ഹാർവർഡ് യൂണിവേഴ്സിറ്റി ഇൻ അമേരിക്ക. സോ ഹി തിങ്സ് അമേരിക്ക ഇസ് വാട്ട് വിൽ ഗിവ് സം കൈൻഡ് ഓഫ് ഒരു പ്രതീക്ഷ ഇനിയുള്ളത് യങ്ങർ ജനറേഷനിലാണ്, അമേരിക്കയിലാണെന്നാണ്. ആൻഡ് ദ ഫൈനൽ ക്യാരക്ടർ ഇസ് ബെന്നി, who's a very minor character, but Benny is Jiang Wei's son, and he represents a new generation of Chinese youth who are aware of the country's past history, but they also look to America for answers. അമേരിക്ക ആൻസർ തരും, ഇവിടെയുള്ള പ്രോബ്ലംസിനെല്ലാം ഉള്ള ഉത്തരം അമേരിക്ക തരും. അമേരിക്ക ഇസ് ദ ഓൺലി ഹോപ്പ് എന്നാണ് ജാങ് വേയും വിശ്വസിക്കുന്നത്, അതുപോലെ തന്നെ അയാളുടെ മകനായ ബെന്നിയും വിശ്വസിക്കുന്നത്. ആൻഡ് യങ്ങർ ജനറേഷൻ അമേരിക്കയിൽ പോയി പഠിച്ച് ഹാർഡ് വർക്കിംഗ് ഇന്റലിജന്റ് ആയി അവിടെ നന്നായി ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന, അങ്ങനെയാണ് അവർക്ക് ആകെ ഒരു ഹോപ്പ് ഉള്ളതെന്നാണ് ജാങ് വേയും അയാളുടെ മകൻ ബെന്നിയും വിശ്വസിക്കുന്നത്. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. Benny also is there. Joe, Mel, Frank and Tessa are the important Western characters. Jiang Lin, Jiang Wei and Jiang Lin and Jiang Wei are the important Eastern characters, and then Liu Li, Benny, പിന്നെ മറ്റു പല ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞ പലരും ഉണ്ട്. Those who are the ordinary Chinese people who are trying to make a living in America, who are trying to put, some of them are trying to put their past behind them, like Wang Pengxi and his wife don't want to be associated with the tank man or with that history anymore. എന്നാൽ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ നിന്നുകൊണ്ട്, അമേരിക്കയിൽ നിന്നുകൊണ്ട് ചൈനയിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അവരുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതും, അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ അൺഡോക്യുമെന്റഡ് ആയിട്ടാണെങ്കിൽ പോലും കൊണ്ടുവന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറെ മൈനർ ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ഫിഷ് എന്താ പറയാ, ഫിഷ് മാർക്കറ്റിൽ കാണുന്ന ഒരു ലേഡി ഉണ്ട്, ഫെങ് മെയ്ഹ്വി എന്നാണ് അവരുടെ പേര്. അപ്പൊ അവരും അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതിരുന്നോ? Is it, were you able to hear? Can you hear me now?
I'm going to stop recording now.